بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولناظم هذه القصيدة ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഇന്നലെ നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മുഅ്ജിസത്തുകൾ പറഞ്ഞു വന്ന് മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താവുന്ന ഖുർആനിനെ സംബന്ധിച്ച് ഉള്ള വിവരണത്തിലേക്ക് തുടങ്ങി വെച്ചു. ഇനി ഏതാനും വരികൾ കൂടി ഖുർആനു ഷരീഫിനെ സംബന്ധിച്ച് തന്നെയാണ് മഹാനായ കവിയവറുകൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദ് ഒന്ന് പാടും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരണത്തിലേക്ക് കടക്കാം. കാവുമ്പടി ഉസ്താദിന് വേണ്ടിയിട്ട് മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم على حبيبك خير الخلق كلهم لها معاني كموج البحر في مددي وفوق جوهره في الحسن والقيم فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسأم قرت بها عين قارئها فقلت له لقد ظفرت بحبل الله فاعتصمي إن تتلها خفة من حر نار نما أطفأت حر لظى من وردها الشبمي كأنها الحوض تبيض الوجوه به من العصاة وقد جاءوه كالحمم وكالصراط وكالميزان معدلة فالقسط من غيرها في الناس لم يقم لا تعجبا لحصول لا تعجبا لحسود راح ينكرها تجاهلا وهو عين الحاذق الفهم قد تنكر العين ضوء الشمس من رمد وينكر الفم طعم الماء من سقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ما شاء الله تبارك الله. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവൻ ആ ഹബീബിന്റെ മഹബത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ
തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ലഹാ, ഈ ആയാത്തുകൾക്കുണ്ട്. ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ എന്ന് പറഞ്ഞ അവർക്കാണ്. ലഹാ, ഈ ഖുർആനു ശരീഫിന്റെ ആയത്തുകൾക്കുണ്ട് മആനിൻ, ധാരാളം അർത്ഥങ്ങളുണ്ട്. മആനിൻ എന്ന് പറഞ്ഞ തൻവീന് നിക്കിറിന്റെ തൻവീനാ. ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത അത്രയും മായനകൾ ഓരോ ആയത്തുകൾക്കുമുണ്ട്. ഏതെങ്കിലും ഒരു മലയാള പരിഭാഷയോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പരിഭാഷയോ നോക്കി ഇതാണ് ഖുർആൻ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ പറയേണ്ടതുള്ളൂ. ഖുർആനിന്റെ മായനകൾ കണക്കാക്കാനും അതിന്റെ ആശയങ്ങൾ പൂർണ്ണമായി വിശദീകരിക്കാനും സാധാരണ മനുഷ്യർക്ക് അസാധ്യമാണ്. എങ്ങനെയുള്ള മായനകളുണ്ട്? കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ കണക്ക്. അത് എണ്ണിയാ തുടങ്ങോ? ഒന്ന് വന്ന് പോകുമ്പോ അതിനെക്കാട്ടിലും വലുത്, അതിനെക്കാട്ടിലും വലുത്, അല്ലെങ്കിൽ അതിനും ചെറുത്, ചെറുതും വലുതും ചെറുതും വലുതുമായി പകലില്ലാതെ 24 മണിക്കൂറും നിരന്തരം അടിച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരമാല കണക്കെ. അതിന് എപ്പോഴുള്ള തിരമാല? ഫീ മദദി, വേലിയേറ്റത്തിന്റെ സമയത്ത്. അങ്ങനെ അർത്ഥം ഉണ്ടായിരുന്നു. മദദ് എന്ന് പറഞ്ഞാൽ മദ്ന്നുള്ള ഈ കടലിന് വേലിയേറ്റം വേലിയിറക്കം എന്ന 2 പ്രതിഭാസമുണ്ട്. കടലുമായിട്ട് പരിചയമുള്ളവർക്കൊക്കെ അറിയാം. വേലിയേറ്റത്തിന് സമയത്ത് വളരെ ഉയരത്തിൽ വെള്ളം കയറി വരും. വേലിയിറക്കത്തിന്റെ സമയത്ത് വെള്ളം താഴ്ചകൊണ്ടിരിക്കും. എന്നാൽ വേലിയേറ്റ സമയത്ത് തിരകൾ. അപ്പൊ വേലിയ സമയത്തിൽ സമുദ്രത്തിലുണ്ടാവുന്ന തിരമാല കണക്കെ നിരന്തരം അവസാനിക്കാത്ത അനുസ്യൂതം അനവരതം തുടർന്നു വരുന്ന തിരമാല കണക്കെയുള്ള അർത്ഥവ്യാപ്തിയുണ്ട് ആ ഖുർആനു ശരീഫിന്റെ ആയത്തുകൾക്ക്. അങ്ങനെ എണ്ണമറ്റ അർത്ഥവ്യാപ്തിയുള്ളതോട് കൂടി തന്നെ വഫൗക ജൗഹരിഹി, ആ സമുദ്രത്തിലെ മുത്തുകൾക്കും മേലെയാണ് ഫിൽ ഹുസ്നി, അതിന്റെ സൗന്ദര്യത്തില്, ഭംഗിയില്, ഗുണമേന്മയിൽ, വൽ ഖിയമി, അതിന്റെ മേൽമയിലും വിലയിലും. ഖീമത്തിന്റെ ഇവിടെ മജാസ് അലങ്കാര പ്രയോഗ. വില എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽമ. അപ്പോ കടലിലെ തിരമാലകൾ വെളിയേറ്റ സമയത്തുള്ള തിരമാല കണക്കെ ഒടുങ്ങാത്ത അവസാനിക്കാത്ത അർത്ഥവ്യാപ്തിയുള്ളതോട് കൂടി തന്നെ മുത്തിനേക്കാളും സൗന്ദര്യമാർന്നതും വിലപിടിപ്പുള്ളതുമായ ധാരാളം ആശയങ്ങൾ, അർത്ഥതലങ്ങൾ ആ ഓരോ ആയത്തുകൾക്കുമുണ്ട്. ഫമാ തുഅദ്ദു, എണ്ണിക്കണക്കപ്പെടാൻ പോലും കഴിയില്ല. വലാ തുഹ്സ, കൃത്യമായി നിർണയിക്കപ്പെടാനും കഴിയില്ല. അജായിബുഹ, ആ ഖുർആൻ ആയത്തിന്റെ അത്ഭുതങ്ങൾ. പല നിലക്കുണ്ട് അത്ഭുതങ്ങൾ. അത് ആത്മീയമാവട്ടെ, അല്ലാത്ത നിലക്കാവട്ടെ, മാനസികമായ രോഗങ്ങൾക്കാവട്ടെ, ശാരീരികമായ രോഗങ്ങൾക്കാവട്ടെ, ഭൗതിക കാര്യങ്ങൾക്കാവട്ടെ, മതപരമായ കാര്യങ്ങൾക്കാവട്ടെ, ഏതിനും 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 എണ്ണിത്തീർക്കാൻ ക്ലിപ്പെടുത്താൻ കഴിയാത്ത അത്രയും അജബുകൾ, അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ ആയത്തുകൾ. മാത്രവുമല്ല അതിന്റെ മൊയ്ജിസത്തുകളിൽപ്പെട്ട ഒരു മൊയ്ജിസത്താണ് വലാ തുസാമു, അതിനെ വിശേഷിപ്പിക്കപ്പെടുകയില്ല. അലൽ ഇക്സാരി, വർദ്ധിപ്പിക്കുന്നതിന്റെ മേൽ, ബിസ്സഅമി, നിറ വർദ്ധിപ്പിക്കലോട് കൂടി അർത്ഥം. അലക്ക് മാന്റെ അർത്ഥാണ് കൊടുത്ത്. അഥവാ ധാരാളമായി ആവർത്തിച്ച് 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 ഓതുന്നത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടും ബിസ്സഅമി, ഒരു മടുപ്പ്. ലോകത്ത് ഖുർആനല്ലാത്ത മറ്റൊരു
വസ്തുവിനും ഇല്ലാത്ത പ്രത്യേകതയാണ്. അത്യാകർഷകമായ സാഹിത്യ സമ്പുഷ്ടമായ ഒരു കഥ ചിലപ്പോൾ 2 വട്ടം വായിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ 3 വട്ടം വായിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ 10 വട്ടം വായിച്ചെന്നിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വായിക്കാൻ കഴിയില്ല, മടുത്തുപോകും. അതുപോലെ തന്നെ അത്യാകർഷകമായ കവിത, അത് ആവർത്തിച്ച് പാടുമ്പോൾ അതിൽ മടുപ്പ് വരും. എന്നാൽ ഈ ലോകത്ത് എത്ര ലക്ഷം പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടാലും ഒരിക്കലും മടുപ്പ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടാത്ത ഒരു പ്രത്യേകത ഖുർആൻ ഷരീഫിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രത്യേകത തന്നെ അർത്ഥം ചിന്തിച്ച് മനസ്സിരുത്തിക്കൊണ്ട് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഓതുന്നോ അപ്പോഴൊക്കെ പുതിയ പുതിയ ആശയങ്ങളും അർത്ഥതലങ്ങളും അവന്റെ മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നേരത്തെ ഇല്ലാത്ത പുതിയ ഒരു നവോന്മേഷം അതിലൂടെ അവന് ലഭിക്കും. അങ്ങനെ അറിയുന്നവർ മനസ്സിരുത്തി ചിന്തിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ ലോകത്ത് അവന് വിഹരിക്കാനാവും. എത്രയോ സംഭവങ്ങൾ കാണാം. ഒരു രാത്രി മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ നിന്നു. തക്ബീർ കെട്ടി ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്തു സിൽസാൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങി. ഓതി ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഈ ആയത്തിൽ അങ്ങോട്ട് എത്തുമ്പോ മഹാനവറുകളുടെ അവസ്ഥ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ഈ ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കാന്തശക്തി പോലെ തൻ ആകർഷിക്കപ്പെടുകയും അത് തന്നെ ആവർത്തിച്ച് ഒരു കൈ കൊണ്ട് തന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. എന്നിട്ട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിസ്കാല ദർറത്ത് ഖൈറ് ചെയ്താൽ അത് പാഴാക്കാതെ അതിനെ പ്രതിഫലം കാണിച്ചു തരുന്നവനും, ഒരു മിസ്കാല ദർറത്ത് ഷർറ് ചെയ്താൽ അത് കണ്ടെത്തേണ്ടി വരുമെന്ന് താക്കീത് ചെയ്തവനുമായ അല്ലാഹുവേ, ഈ നുഅ്മാന്, കൂഫക്കാരനായ സാധുവായ നുഅ്മാന് തെറ്റുകൾ നീ പൊറുക്കുകയും കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഈ ആയത്ത് വീണ്ടും ആവർത്തിച്ചു. അവസാനം സുബ്ഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ മുഅദ്ദിൻ വന്ന് വാതിൽ തുറക്കുമ്പോഴാണ് ശരിയായ സമനിലയിലേക്ക് തിരിച്ചു വരികയും വേഗം ആ സൂറത്ത് പൂർത്തിയാക്കി റുക്കുവിൽ പോയി ആ റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുകയും ചെയ്തു. ഒരു രാത്രി മുഴുക്കെ ഈ കൊച്ചു 2 ആയത്തുകളിൽ ആണിയടിച്ച് പിടിപ്പിച്ചതുപോലെ ആകർഷിച്ചു നിർത്തുന്നത് അതിന്റെ അർത്ഥതലങ്ങൾ അവരുടെ മുന്നിൽ ചിലപ്പോൾ കശ്ഫ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ കൂട്ടത്തിൽ, സലഫു സാലിഹീങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ പുതിയ പുതിയ ആശയങ്ങളും അർത്ഥങ്ങളും ലഭിക്കുന്നവർക്ക് അത് എത്ര കാലം ആവർത്തിച്ചോതിയാലും അതിന്റെ ആശയങ്ങൾ കടലിലെ തിരമാലകൾ കണക്കെ പുതിയത് അടിച്ചു വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നും അറിയാത്ത കേവലം ഒരു സാധാരണക്കാരനാണ്, ഖുർആന്റെ ആശയ സമ്പുഷ്ടിയോ അർത്ഥതലങ്ങളോ ഒന്നും അറിയാത്ത കേവലം ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ആ ഖുർആൻ ഷരീഫിന്റെ അലൗകികവും അഭൗമവുമായ ആ വശ്യ സൗന്ദര്യത്തിന്റെ നല്ല തജ്വീദിന്റെ നിയമപ്രകാരം സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരർത്ഥവും അറിയാത്തവനാണെങ്കിലും അവനറിയാതെ അതിന്റെ കൗതുകത്തിൽ, ആകർഷണീയതയിൽ, വശ്യതയിൽ ആകൃഷ്ടനായി നിൽക്കും. അത് ഖുർആന്റെ ഒരു പ്രത്യേകത. ഒരേ ആയത്ത് തന്നെ 1000 പ്രാവശ്യം കേട്ട് 1001ാമത്തെ പ്രാവശ്യം വീണ്ടും അത് കേൾക്കുമ്പോൾ ഒരു താല്പര്യക്കുറവോ കൗതുകക്കുറവോ അതിന് വരുന്നില്ല. അത് ഖുർആൻ ഷരീഫിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമാണ്. അതിന്റെ മായനയെ സംബന്ധിച്ച് ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞതായി പ്രസിദ്ധമായ ഒരു ഉദ്ധരണി കാണാം. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥതലങ്ങളിൽ, അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ ഒരായത്തിന്റെ അർത്ഥതലങ്ങൾ എനിക്കറിയുന്നത് ഞാൻ എഴുതുകയാണെങ്കിൽ
70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ ആവശ്യമായ അത്രയും ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ഇൽമ് അത് സംബന്ധമായി എനിക്കുണ്ട്. അതുപോലെ പല മഹാന്മാരും ആശയങ്ങളെ സംബന്ധിച്ച് ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയെ സംബന്ധിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അറ്റവും അതിർത്തിയും നിശ്ചയിക്കാൻ കഴിവില്ല, ആദ്യവും അന്ത്യവുമില്ലാത്ത കാലാതീതനാണ്. ഈ കാലാതീതനായ തുടക്കവും ഒടുക്കവുമില്ലാത്ത റബ്ബുൽ ഇസ്സത്തിന്റെ കലാമിനും ഉള്ള പ്രത്യേകതയാണ് അതിന് അവസാനമില്ല, അറ്റമില്ല, അതിന്റെ പരിധി നിർണയിക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ കലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതകളിൽപ്പെട്ട പ്രത്യേകതയാണ് ആദ്യവും അവസാനവുമില്ലാത്ത, അറ്റം കാണാത്ത, ലാ തുദ്രിക്കുൽ അബ്സാർ എന്ന് പറഞ്ഞില്ലേ, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച ഒരു കണ്ണുകളും തന്നെ അള്ളാഹുവിനെ പൂർണ്ണമായും വലയം ചെയ്ത് ആരും കണ്ടെത്തിക്കുകയില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ അവസ്ഥ അങ്ങനെ തന്നെ. ഓരോരുത്തർക്കും അള്ളാഹു തആല കശ്ഫ് ചെയ്ത് തുറന്നു കാണിച്ചു കൊടുക്കുന്നത് അത്ര കിട്ടും. ഏതായാലും എടുത്താൽ തീരാത്ത അക്ഷയനിധിയാണ് ഖുർആനിന്റെ ഓരോ ആയത്തുകളും. ഖറത് ബിഹാ ഇനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് വഫിർത ബിഹബ്ലില്ലാഹി ഫതസിമീ. ഖറത് ബിഹാ, ഈ ആയത്തുകൾ കാരണം കുളിർമയായിരിക്കുന്നു. ഐനു ഖാരിഹ, ആ ഖുർആൻ ശരീഫ് ഓതുന്നവന്റെ നേത്രങ്ങൾ സന്തോഷത്തിനാലുള്ള ആനന്ദ കണ്ണീരൊഴുക്കി ആ കണ്ണ് കുളിർമയുടേതായിത്തീരും. അത്രയും വലിയ സമാധാനവും ശാന്തിയും സന്തോഷവും നൽകുമാർ അത്ഭുതങ്ങളുടെ വിളനിലമാണ് ആ ആയത്തുകളൊക്കെയും. അതുകൊണ്ട് തന്നെ ഫഖുൽതു ലഹു, ഈ ഖുർആൻ മനസ്സാന്നിധ്യത്തോടുകൂടി ഓതി മനസ്സംതൃപ്തി അടയുന്ന ആളുകളോട് ഞാനിതാ പറയട്ടെ. എന്ത് പറയുന്നു? ലഖദ് വഫിർത, സത്യമായിട്ടും നീ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കിട്ടിയിരിക്കുന്നത് എന്ത് കൊണ്ട് നേടിയിരിക്കുന്നു? ബിഹബിലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ വിശേഷിപ്പിച്ചല്ലോ, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ. ഇവിടെ ഹബിലുല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് അവന്റെ അമ്പിയാക്കന്മാര് മുഖേന ഇഹപര വിജയത്തിന് വേണ്ടി ഇറക്കിക്കൊടുത്ത ദീന്, ആ ദീനാണ് ഇവിടെ ഹബിലുല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പിടികാറ് അല്ലെങ്കിൽ പിടിവള്ളി എന്ന അലങ്കാര പ്രയോഗമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് വലിയ അപകട സാധ്യതയുള്ള ഭീകരമായ ഒഴുക്കുള്ള നദിക്ക് അല്ലെങ്കിൽ പുഴക്ക് അതല്ലെങ്കിൽ തോട്ടിന് മുകളിൽ ഇടപ്പെട്ട പാലം, ഈ പാലം കടക്കുന്ന വ്യക്തി ഏത് സമയത്തും കാലിടറി താഴെ കൂലം കുത്തി ഒഴുകുന്ന നദിയുടെ ഒഴുക്കിലേക്ക് വീണ് നാശപ്പെടാം. അപ്പോൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് വലിച്ചു കെട്ടിയ നല്ല ശക്തമായ ഒരു കയറുണ്ടെങ്കിൽ ഈ പാലത്തിന്മേൽ, നേർത്ത പാലത്തിന്മേൽ നടക്കുമ്പോൾ കാലിടറി താഴെ വീണ് നാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്ന പിടിവള്ളി എന്ന് ഞങ്ങൾ മലപ്പുറക്കാര് പറയുന്ന അതാണ് ഈ ഹബില്, പിടിവള്ളി. ആ പിടിവള്ളിയോ പിടിച്ചുകൊണ്ട് അപ്പുറം പോയാൽ വമ്പിച്ച അപകട സാധ്യതയും അതുപോലെ തന്നെ കാലിടറി വീടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്ന ഈ വഴി സുരക്ഷിതമായി മറുകര എത്താൻ സഹായിക്കുന്നതിനോട് അള്ളാഹുവിന്റെ ദീനിനെ ഉപമിച്ചിരിക്കാം. അത് നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഈ ലോകത്ത് പ്രബോധനം ചെയ്ത സത്യദീൻ, ആ സത്യദീനാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ്, അതിൽ തന്നെ തടിഹവയും പിശാചും ഉൾക്കൊള്ളുന്ന ശത്രുക്കളുടെ വിളനിലമായ ഈ ദുന്യാവിൽ മുങ്ങി നശിക്കാതെ ലക്ഷ്യസ്ഥാനമാവുന്ന സ്വർഗത്തിലേക്ക് എത്താൻ ഇടപ്പെട്ട പാലത്തിന്മേൽ കാലിടറാതെ
ലക്ഷ്യസ്ഥാനം പ്രാപിക്കാൻ സഹായിക്കുന്ന അള്ളാഹുവിന്റെ ദീനാവുന്ന ഈ പേടികയർ, ഈ ദീനിന്റെ ശരിയായ രൂപമാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ നിന്റെ കയ്യിൽ കിട്ടിയതോടുകൂടി പിടിവള്ളിയാലെയുള്ള മറുകര സുരക്ഷിതമായി എത്താൻ പറ്റുന്ന അള്ളാഹുവിന്റെ ദീൻ നിനക്ക് ലഭിച്ച് നീ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഏത് വിട്ടുപോകരുത്. ഫഅതസിം, അതിനെ നീ മുറുകെ പിടിച്ചോ. ഫഅതസിം ബിഹി എന്നുണ്ടാവും, വ്യക്തിന് വേണ്ടിയിട്ട് ബിഹി ഒഴിവാക്കിയതാ. അപ്പോ ഖുർആൻ ശരീഫ് ഓതും തോറും അത്ഭുതങ്ങളുള്ളതാണെന്ന് മാത്രമല്ല മനഃശാന്തിയും സന്തോഷവും നൽകുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഇഹ പര പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും വിജയങ്ങൾക്കൊക്കെ നിദാനവും രക്ഷയുടെ മാർഗവുമാണ് ഖുർആൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലഖദ് വഫിർത ബിഹബിലില്ലാഹ്, യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴികാട്ടിയായ ഈ ഖുർആൻ ശരീഫ് മുറുകെ പിടിച്ചാൽ നിനക്ക് മറുകരയെത്താം സുരക്ഷിതമായി. അതുകൊണ്ട് ഫഅതസിം, ഈ പിടിവള്ളി നീ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് എനിക്ക് പറയാൻ. ഇനിയും ഖുർആന്റെ പ്രത്യേകത തന്നെ, ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർനാരി ലല്ലാഹ് അത്ഫഅത നാറ ലല്ലാഹ് മിൻ വിർദിഹ ശബിമി. ഇൻ തത്ലുഹാ, ഈ ആയാത്തുകളെ നീ പാരായണം ചെയ്താൽ, എങ്ങനെ പാരായണം ചെയ്താൽ? ഖീഫതൻ, ഭയപ്പെട്ടവനായ നിലക്ക്, മിൻ ഹർനാരി ലല്ലാഹ്, നരകാഗ്നിയുടെ കൊടുംചൂടിനെ പേടിച്ചുകൊണ്ട് ഖുർആൻ ശരീഫിനെ നീ ഓതുകയാണെങ്കിൽ അത്ഫഅത, നീ കെടുത്തിക്കളയും നാറ ലല്ലാഹ്, ലവാ എന്ന് പറയുന്ന ഭയാനകമായ നരകത്തിന്റെ ആ അഗ്നികുണ്ടാരത്തെ കെടുത്തിക്കളയാൻ നിനക്ക് കഴിയും. എന്തുകൊണ്ട് കെടുത്തിക്കളയാൻ കഴിയും? മിൻ വിർദിഹ, ആ ഖുർആൻ ശരീഫിന്റെ ജലം കൊണ്ട്. എങ്ങനെയുള്ള ജലം? അൽ അശ്ശബിമി, തണുത്തതായ, വളരെ തണുപ്പുള്ള ഖുർആൻ ശരീഫിനെ ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു വ്യക്തിക്ക് ദാഹശമനത്തിന് നൽകുന്ന വെള്ളം, അതാണ് വിർദ്. സാധാരണ ദാഹിച്ചലഞ്ഞു വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ ദാഹിച്ചു വലഞ്ഞു വരുന്ന മൃഗങ്ങൾ, അവക്ക് സുലഭമായി ലഭിക്കുന്ന, കുടിക്കാൻ ലഭിക്കുന്ന വെള്ളത്തിന് വിർദ് വിർദ് എന്ന് പറയും. ദാഹിച്ചു വരുന്നവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം. ഈ ഖുർആൻ ശരീഫ് ഇഹ പര ചൂടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നിട്ട്, ദാഹത്തിൽ നിന്ന് ശമനം നൽകാൻ പറ്റുന്ന തെളിനീരിന് സമാനമാണ്. അത് തന്നെ എങ്ങനത്തതാണ്? അശ്ശബിമി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള, തണുത്ത ദാഹജലം പോലെ ആ ഖുർആനിന്റെ വിശുദ്ധി കൊണ്ട് കത്തിജ്വലിക്കുന്ന ദമാ എന്ന് പറയുന്ന നരകത്തിന്റെ ചൂടിനെ നിനക്ക് കെടുത്തിക്കളയാൻ കഴിയും. ആ തീ തന്നെ നിനക്ക് കെടുത്തിക്കളയാൻ കഴിയും. അലങ്കാര പ്രയോഗങ്ങളാണ് അതൊക്കെ. ലവാ എന്ന നരക പേരിൽ ഒരു പേരാണ്, അല്ലെങ്കിൽ 7 നരകങ്ങളിൽപ്പെട്ട ഒരു നരകത്തിന്റെ പേരാണ്. ഇവിടെ മൊത്തം നരകം എന്നുള്ള ജഹന്നം എന്ന അർത്ഥമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് ഖുർആൻ ശരീഫ് പറഞ്ഞല്ല, അതൊരു പ്രത്യേക നരകമാണ്. ഇവിടെ ആ പ്രത്യേക നരകത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ജഹന്നം എന്ന് പറയുന്നത് പോലെ പൊതുവായ നരകത്തെ പറ്റി. അപ്പം നരകാഗ്നിയെ, ആ നരകാഗ്നിയുടെ കൊടുംചൂടിനെ പേടിച്ച് അതിൽ നിന്ന് രക്ഷ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ ശരീഫിനെ ഓതിയാൽ, നരകത്തെ പേടിച്ച് ഓതുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടവനായിക്കൊണ്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ അത്ഫഅത, നീ കെടുത്തിക്കളയും നാറലല്ലാ, ആ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീ, ആ തീയെ നിനക്ക് കെടുത്താൻ കഴിയും. എന്തുകൊണ്ട്? മിൻ വിർദിഹ ശബിമി, തണുപ്പേറിയ ഖുർആൻ ശരീഫിന്റെ, ഖുർആൻ ശരീഫാവുന്ന ആ ദാഹജലം കൊണ്ട് നരകത്തിലെ തീ കെടുത്തിക്കളയാൻ കഴിയും. ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ഓരോ ഹർഫും ചുരുങ്ങിയത് ഒരു ഹർഫിന് 10 ഹസനത്ത് എന്നാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ.
ഒരു ഹർഫ് ഓതിയാൽ ഒരു ഹസനത്ത്, വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ 10 ഇരട്ടി. അപ്പൊ അലിഫ് ലാം മീം എന്നോതുമ്പോൾ 30 ഹസനത്തായി. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും നരകത്തെ ഭയന്നുകൊണ്ടും ഓതുമ്പോ ഈ ഹസനത്ത് കാരണം നരകത്തിൽ നിന്നിട്ട് അള്ളാഹു തആല രക്ഷിക്കുകയും സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യും. അതിനെപ്പറ്റി അലങ്കാരികമായി പറഞ്ഞതാണ് നരകത്തിലെ തീനെ ഈ ഖുർആൻ ശരീഫാവുന്ന തണുത്ത ജലം കൊണ്ട് കെടുത്തിക്കളയും എന്ന് പറഞ്ഞത് ഖുർആൻ ഷരീഫിന്റെ ശാന്തിയും സമാധാനവും ഉൾക്കൊള്ളുന്ന അതിന്റെ സന്ദേശങ്ങളും അതിന്റെ മഹത്വവും കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നതിന്റെ അലങ്കാര പ്രയോഗമാണ്. അവന്റെ തീനെ കെടുത്തും എന്ന് പറഞ്ഞാൽ അല്ലാതെ തീ കെടും എന്നുള്ള അർത്ഥത്തിനല്ല, അതൊക്കെ അലങ്കാരികമാണ് പ്രയോഗങ്ങൾ. അതിപ്പോ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കുണ്ടാരത്തിലേക്ക് തണുത്ത വെള്ളമൊഴിച്ചാൽ എങ്ങനെ ആ തീ അണയുമോ എന്നതുപോലെ പാപപങ്കിലമായ ജീവിതം നയിച്ച് നരകത്തിന് പാത്രീഭൂതനാകുമാറുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പേടിച്ച് പരലോക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ ഷരീഫ് ഓതിയാൽ അള്ളാഹു തആല പാപം പുറത്തു കൊടുത്ത് ഹസനത്ത് ഏറ്റിക്കൊടുത്ത് സ്വർഗത്തിലെത്തിക്കാൻ അത് കാരണമാകും എന്നാണ് ചുരുക്കം. മറ്റൊരു ഉപമ പറയാം. അന്നഹൽ ഹൗദു തബിയല്ലുൽ വുജൂഹു ബിഹി മിനൽ ഉസാതി വഖദ് ജാഊഹു കൽ ഹുമമി. കഅന്നഹ, ഈ ഖുർആൻ ഷരീഫിന്റെ ആയത്തുകൾ ആയതുപോലെയുണ്ട്. അൽ ഹൗദു, ആ ഹൗദ് പോലെ. ഈ അൽ ഹൗദ് എന്ന് പറഞ്ഞാൽ ഏതാ? ചില ശാരീഹ്യങ്ങളൊക്കെ ഹൗദുൽ കൗസർ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് അത്രത്തോളം ശരിയല്ല. അതേ സമയത്ത് സ്വർഗത്തിന്റെ സമീപത്തായി മാ ഉൽ ഹയാത്ത് എന്ന പേരിൽ ഒരു ഹൗദുണ്ട്. സ്വർഗത്തിന്റെ കവാടത്തിൽ മാ ഉൽ ഹയാത്ത് എന്ന പേരിൽ ഒരു ഹൗദുണ്ട്, അല്ലെങ്കിൽ ഒരു നദിയുണ്ട്. പാപപങ്കിലമായ ജീവിതം നയിച്ച ആളുകൾ നരകത്തിൽ വീണ് കത്തിക്കരിഞ്ഞ് കരിക്കട്ടകളെ പോലെ ആയവരെ മഹാന്മാരുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷിച്ചു കഴിഞ്ഞിട്ട് അവസാനം സൽക്രമങ്ങളൊന്നുമില്ലാതെ ഈമാൻ മാത്രമുള്ള മഹാപാപികളായ ധാരാളം ആളുകളെ അവസാനം റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത്, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാം, ശഫഅൻ നബിയൂൻ വശഫഅൽ മലായിക വശഫഅ സ്വാലിഹൂൻ വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അംബിയാ മുർസലീങ്ങൾ ധാരാളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷിച്ചു, മലായിക്കത്തുകൾ ധാരാളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷിച്ചു, സ്വാലിഹീങ്ങൾ ധാരാളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷിച്ചു. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയായ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് ഇനി ബാക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഘം പാപികളെ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. അവർ കത്തിക്കരിഞ്ഞ് കരിക്കാട്ട പോലെയായിട്ടുണ്ടാവുന്ന അവരെ ഒന്നിച്ച് കൊണ്ടുപോയി സ്വർഗത്തിന്റെ കവാടത്തിങ്കലുള്ള മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്ന ആറുണ്ട്, ആ ആറിൽ ഇടും. ആ ആറിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, വേനൽ വരണ്ട് കിടക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ട് വെള്ളം ഒഴുകി വരുമ്പോൾ ആ ഒലിപ്പ് വെള്ളത്തിന്റെ കരയിലുള്ള വിത്തുകള് മുളച്ചു വരുന്നത് പോലെ കരിക്കട്ട പോലെയായ ഈ മനുഷ്യന്മാരെല്ലാം ഈ മാഉൽ ഹയാത്തിൽ അങ്ങ് ഇടുന്നതോടുകൂടി സുന്ദരന്മാര്, സുമുഖന്മാര്, ആരോഗ്യവാന്മാരായി പെട്ടെന്ന് പരിവർത്തനപ്പെടുകയും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ നെറ്റിത്തടത്തിൽ ഉത്തഖാഉർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനാൽ മോചിതരായവർ എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തുന്നത്. ഈ മാഉൽ ഹയാത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ അൽ ഹൗദ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാണ് ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. എന്നാൽ ചില ആളുകൾ അൽ ഹൗദ് എന്ന ഹൗദുൽ കൗസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണെന്നും പറഞ്ഞവരുണ്ട്. പക്ഷേ ഹദീസുകളിലൊന്നും ഹൗദുൽ കൗസറിൽ നരകത്തിൽ വീണ് കരിക്കട്ടയായ ആളുകളെ ഹൗദുൽ കൗസറിൽ കൊണ്ട് മുക്കിയിട്ട് ആ കരിക്കട്ട പോലെയുള്ള മനുഷ്യന്മാർ സുന്ദരന്മാരായി ആരോഗ്യവന്മാര് വരും എന്ന് ഹദീസിൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ചില ഹാഷ്യക്കാർ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ നല്ലത് രണ്ടാമത് പറഞ്ഞ മാഉൽ ഹയാത്ത് എന്ന് പറയുന്ന ആ ഹൗദിലാണ്
ഈ പറഞ്ഞത്. ആ കാനൽ ഹൗദു നര അൽ ഹൗദ് നര മാഉൽ ഹയാത്താവുന്ന ഹൗദ്. എന്താണ് ആ മാഉൽ ഹയാത്ത്? തബിയുൽ വുജൂഹു ബിഹി. ആ ഹൗദ് കാരണം മുഖങ്ങളെല്ലാം വെളുത്ത് പ്രകാശിക്കുന്നതായിത്തീരും. ആരുടെ മുഖങ്ങൾ? മിനൽ ഉസാത്തി, പാവികളായ ദോഷികളായ ആളുകളുടെ. വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം മൊത്തമാണ് ഉദ്ദേശം. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം പറഞ്ഞ് ബാർദ് പറഞ്ഞിട്ട് കുല്ലുമുറാദാക്കുന്നതിൽ പെട്ടതാ. മുഖം ഉൾപ്പെടെ അവരാകെ വെളുത്ത് സുന്ദരക്കുട്ടന്മാരായി മാറും. മിനൽ ഉസാത്തി, പാവികളായ ആളുകളിൽ നിന്നുള്ള. എങ്ങനെയാണ്? വഖദ് ജാഊഹു, ഈ മൗൽ ഹയാത്താവുന്ന ഹൗദിന്റെ അരികേക്ക് അവർ വന്നിരിക്കുന്നത് കൽ ഹുമമി, കരിക്കട്ടകളെ പോലെയായിട്ടാണ്. നരകത്തിലെ തീയിൽ കടന്ന് കരിക്കട്ട പോലെയായ ആ പാവികളായ ആളുകളുടെ മുഖങ്ങൾ ഈ ഹൗദുകളിടൽ കാരണം വെളുത്ത് പ്രകാശിച്ച് സുന്ദരക്കുട്ടന്മാരും ആരോഗ്യവാന്മാരുമായി തീരുന്ന ആ മാഉൽ ഹയാത്ത് പോലെയാണ് ഖുർആൻ ഷരീഫ് എന്ന് പറഞ്ഞാൽ, ദീർഘകാലം കുഫ്രിയത്തിലും ഷിർക്കിലുമായി ജീവിച്ച് അങ്ങേയറ്റം ആത്മീയമായി കരിഞ്ഞുണങ്ങി കരിക്കട്ട പോലെയായവരും, മുസ്ലിം ആയവര് തന്നെ വൻദോഷങ്ങളിൽ മുഴുകി ജീവിച്ച് മഹാപാപികളായവരും ഖുർആനിലേക്ക് മടങ്ങി ഖുർആൻ ഉൾക്കൊണ്ട് ജീവിത ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നരകത്തിൽ കടന്ന് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി പോയ വ്യക്തികളെ മാഉൽ ഹയാത്തിൽ കൊണ്ടുപോയിട്ടാൽ സുന്ദരക്കുട്ടന്മാരായി ആരോഗ്യവാന്മാരായി തിരിച്ചു വരുന്നത് പോലെ കുഫ്രിയത്തിലും ഷിർക്കിലും വലാലത്തിലും പാപങ്ങളിലും ജീവിച്ച് പാപം കൊണ്ട് കറബാധിച്ച് കരിക്കട്ട പോലെ ആളുകൾ ഖുർആനിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ ആ ഖുർആൻ കൊണ്ട് അവര് പാപമുക്തരായി ഈമാനികമായ ശോഭയും പ്രകാശവും ഉള്ളവരായിത്തീരും. അപ്പം പരലോകത്ത് നരകത്ത് വീണ് കരിയായവരെ ആയുൽ ഹയാത്തിലിട്ടാൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നതുപോലെ കുഫ്രിയത്തും വലാലത്തും ഷിർക്കും ഫിസ്കും കൊണ്ട് നാശപ്പെട്ടു പോയ ആളുകൾ ഖുർആനിന്റെ സന്ദേശത്തിലേക്ക് മടങ്ങി വന്ന് ഖുർആനിനെ പിന്തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ മാഉൽ ഹയാത്തിൽ നിന്ന് പുനർജീവിച്ചു വരുന്നത് പോലെ ഈമാനികമായ ശോഭയും ശക്തിയും കൈവരിച്ച് അവർക്ക് ഇഹപര വിജയം നേടാനാകും. മാത്രമല്ല വക്കസ്സിറാത്തി വക്കൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. വക്കസ്സിറാത്തി, ഖുർആനു ശരീഫിന്റെ മറ്റൊരു ഉപമ സിറാത്ത് പാലം പോലെയാണ്. സിറാത്ത് പാലത്തിന്റെ പ്രത്യേകത എന്താ? സിറാത്ത് പാലം വളരെ നേർത്തതും എന്നാൽ വളരെ കൃത്യമായി വളതിരിവില്ലാതെ വളരെ കൃത്യമായ നേർരേഖയിലുള്ളതും ആണ്. ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കാതെ നേർദിശയിൽ മുന്നോട്ട് പോയാൽ വളരെ വേഗം സുരക്ഷിതമായി ലക്ഷ്യം പ്രാപിക്കാനാവും. അത് അസറാത്തിന്റെ പ്രത്യേകത. അതേസമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ അല്പം ഇടറിപ്പോയാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നിലക്ക് മഹാനാശത്തിലേക്ക് പതിക്കുകയും ചെയ്യും. കാരണം പരലോകത്തിലുള്ള സിറാത്ത് എന്ന് പറഞ്ഞ നരകത്തിന്റെ മുകളിലിട്ടതാണല്ലോ. അത് വളരെ നേർത്തതും നേർരേഖയിലുള്ളതുമാണ്. എന്നാൽ വളതിരിവില്ലാതെ കൃത്യമായി അതിൽ നടന്നാൽ വളരെ വേഗം സ്വർഗത്തിലെത്തും. അതേസമയത്ത് ഇടറിപ്പോയാൽ ഖുർആൻ ഷരീഫിന്റെ പ്രത്യേകത അതിന്റെ സിറാത്ത് മുസ്തഖീമാണ്. ഇന്നക ലതദഉഹും ഇലാ സിറാത്തി മുസ്തഖീം എന്നാണല്ലോ ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ജനങ്ങളെ താങ്കൾ ക്ഷണിക്കുന്നത് സിറാത്ത് മുസ്തഖീമിലേക്കാണ്. ദുന്യാവിൽ സിറാത്തുൽ മുസ്തഖീമാവുന്ന നേരായ ഹിദായത്തിന്റെ വഴിയിൽ ജീവിച്ചവർക്ക് നാളെ പരലോകത്തിൽ നരകത്തിന്റെ മുകളിൽ ഇടപെട്ട സിറാത്ത് പാലത്തിന്മേൽ കൂടെ സുരക്ഷിതരായി മറികടക്കാൻ കഴിയും. നേരെ മറിച്ച് ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ മുഖേന കാണിച്ചു തന്ന നേരായ സിറാത്തിൽ നിന്നും വ്യതിചലിച്ച് ഇടത്തും വലത്തും തിരിഞ്ഞു പോയാൽ അവർ വഴിതെറ്റിപ്പോവും. അവർ നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിൽ കയറിയാൽ ഇടത്തും വലത്തോ തെറ്റിയിട്ട് നരകത്തിൽ വീണുപോകും. അപ്പോ സിറാത്ത് പാലം പോലെയാണ്, നേർരേഖയാണ്. അങ്ങും ഇങ്ങും തെറ്റാതെ നേർക്ക് പോയാൽ
വളരെ വേഗം ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും. വഴി തെറ്റിപ്പോയ ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചു പോയവൻ ഒരിക്കലും ഹിദായത്തിലെത്തിപ്പെടുകയില്ല. ഖുർആനിലൂടെ മുന്നോട്ട് പോയവൻ നേർക്ക് വളരെ വേഗം ലക്ഷ്യത്തിലെത്തും. ആ നിലക്ക് സിറാത്ത് പാലം പോലെയാണ് ഖുർആൻ. വക്കൽ മീസാനി, മീസാന് പോലെയുമാണ് മഅദലത്തൻ, അതില് കൃത്യത, നീതിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അപരിഷ്കാരം ഉണ്ടാവും. മീസാൻ, ദുന്യാവിലുള്ള എല്ലാ മീസാനും അങ്ങനെ പല ജാതി മീസാനുകളും ഇല്ലേ, കൃത്രിമുള്ളത്, ഏറ്റുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്, പല ജാതി കൃത്രിമുള്ളതുണ്ട്. അതല്ല പറയുന്നത്, അൽ മീസാനാണ്. അൽ മീസാൻ എന്ന് പറയുന്നത് നാളെ പരലോകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഹസനാത്ത് സയ്യിആത്ത് തൂക്കാൻ വേണ്ടി അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു പ്രത്യേക മീസാൻ. ആ മീസാൻ അത് വളരെ കൃത്യമാണ്. അവിടെ മിസ്കാൽ ദർറത്ത് അങ്ങും ഇങ്ങും ഉണ്ടെങ്കിൽ വേറിട്ട് കാണും. അതാണ് വമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുവിന്റെ കതിറുണ്ടെങ്കിൽ പോലും ആ വ്യത്യാസം കൃത്യമായി കാണിക്കുന്ന അത്രയും സൂക്ഷ്മമായ മീസാനാണ്. എന്നതുപോലെ സത്യത്തിനും അസത്യത്തിനും, നീതിക്കും അനീതിക്കും, നേർമാർഗത്തിനും ദുർമാർഗത്തിനും കൃത്യമായി മാർഗരേഖയും കൃത്യമായ വഴിയും തൂക്കവും നിർണയിച്ച ഒരു മീസാന് പോലെയാണ് ഖുർആൻ ഷരീഫ്. അതുകൊണ്ട് ഫൽ ഖിസ്തു, ഈ ദുനിയാവിലുള്ള നീതി, മിൻ ഗൈരിഹാ, ഈ ഖുർആൻ ഷരീഫിന്റെ ആയത്ത് അല്ലാത്തതിൽ നിന്നും ഉള്ളതായ നീതി, ഫിന്നാസി, മനുഷ്യലോകത്ത്, ലം യഖും, അത് നിലനിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെ പല നബിമാരും അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം ആയത്തുകൾ ഏടുകളിലായും കിതാബുകളിലായും ഒക്കെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും ഇന്ന് നിലനിൽപ്പില്ല, അതൊക്കെ കഴിഞ്ഞുപോയി. അതുണ്ടായിരുന്ന കാലത്ത് അതിലൂടെ നീതി നടന്നിരുന്നു. പക്ഷേ മനുഷ്യലോകത്തിന് ശാശ്വതമായി അവയൊന്നും നിലനിന്നില്ല. മറിച്ച് അതൊക്കെ മൻസൂഖാക്കി ദുർബലമാക്കപ്പെട്ടു കഴിഞ്ഞു, എടുത്തുപോയി. ലോകാവസാനം വരെ ഒരിക്കലും ദുർബലപ്പെടുത്തപ്പെടാതെ ശാശ്വതമായി നിലനിൽക്കുന്ന നീതിയുടെ, നന്മയുടെ, നേർമാർഗത്തിന്റെ തുലാസും സിറാത്തും യഥാർത്ഥത്തിൽ ഖുർആൻ മാത്രമേ അതേ നിലനിൽക്കുന്നുള്ളൂ. മറ്റുള്ളതൊന്നും ലംയക്കും, അതൊന്നും നിലനിന്നിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ മാത്രമേ ലോകാന്ത്യം വരെ വരുന്ന ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന നീതിയുടെ മാനദണ്ഡമായും നേർമാർഗത്തിന്റെ വഴികാട്ടിയായും ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. لا تعجبا لحسود راح ينكرها تجاهلا وهو عين اللاذق الفهم. ഇങ്ങനെയൊക്കെ ഇത്രമാത്രം മഹത്തരവും ഇത്രമാത്രം വ്യക്തവും സത്യസന്ധവും സന്മാർഗപൂർണവുമായ ഖുർആൻ ഷരീഫ്, എന്നാൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചിലരെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയും പ്രകടമായ സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും നീതിയുടെയും നിദർശനമായ അത്ഭുതങ്ങളുടെ വിളനിലമായ ഈ ഖുർആനിനെ എന്താ എല്ലാവരും അംഗീകരിക്കാത്തത്? അതിന്റെ മറുപടി അറിയണം. ലാ തഅജബൻ ലിഹസൂദിൻ റാഹ യുൻകിറുഹാ തജാഹുലൻ വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി. ലാ തഅജബൻ, സഹോദര, സുഹൃത്തേ, നീ ഒരിക്കലും നിശ്ചയം അത്ഭുതപ്പെടണ്ട. തീർച്ചയായും നീ അത്ഭുതപ്പെടണ്ട. എന്തിന്? ലിഹസൂദിൻ, ഒരു അസൂയാലുവിനെ സംബന്ധിച്ച്. സത്യത്തിന്റെ വിരോധികളായിരിക്കും എപ്പോഴും അസൂയാലുക്കൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്നും അവിടുന്ന് പാരായണം ചെയ്യുന്ന ഖുർആൻ ഷരീഫ് അള്ളാഹുവിന്റെ കലാമാണെന്നും 100% അറിയുന്ന മനുഷ്യനായിരുന്നു അബൂജഹൽ. നമുക്കൊക്കെ അറിയാം, സുപരിചിതമായൊരു സംഭവമാണ്. അഖ്നസ് ഇബ്നു ശുറൈഖ് എന്ന് പറയുന്ന ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം അബൂജഹലിനോട് ചോദിച്ചു, അല്ല, മുഹമ്മദിനെ പറ്റി നിന്റെ അഭിപ്രായം എന്തടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താ അഭിപ്രായം പറയാൻ?
അവര് ബനൂ ഹാഷിമുകാര്, ഞങ്ങൾ ബനൂ മഖ്സൂമാര്. ഞങ്ങളും അവരും മാന്യതയിലും മഹത്വത്തിലും പ്രതാപത്തിലും പരസ്പരം ഒരു മൈതാനിയിൽ മത്സരിച്ചോടുന്ന കുതിരകളെ പോലെയായിരുന്നു. അവർ ധർമ്മം ചെയ്തപ്പോൾ ഞങ്ങളും ധർമ്മം ചെയ്തു, അവർ പ്രതാപം കാണിച്ചപ്പോൾ ഞങ്ങളും പ്രതാപം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ പരസ്പരം തോളോട് തോൾ അടുത്തടുത്ത് മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ വന്നിട്ട് ബനൂ ഹാഷിമാര് പറയാണ് ഞങ്ങളെ കൂട്ടത്തിൽ അള്ളാന്റെ നബി ഉണ്ട്. നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്, അബൂജഹലിനും കൂടി വിശ്വാസം ചവിട്ടരെ. അയാള് പറയാണ് അത് മനുഷ്യൻ സാധാരണ മനുഷ്യരല്ല, സാധാരണ മനുഷ്യന്മാർക്ക് കഴിയുന്നതുമല്ല, അത് അള്ളാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തു കൊടുക്കുന്ന സ്ഥാനവും അംഗീകാരവുമാണ്. അത് മനുഷ്യന് തേടി പിടിച്ചെത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ രംഗത്ത് ഞങ്ങൾ 100% പരാജയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളോട് വിദ്വേഷമാണ്, വെറുപ്പാണ്. അതുകൊണ്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതാണ് അസൂയ. കുടുംബപരമായ മത്സരത്തിൽ പരാജയപ്പെട്ടതിനുള്ള അസൂയ കൊണ്ട് സത്യം അംഗീകരിക്കില്ല. അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കായ റസൂലാണെന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്നും 100% പറഞ്ഞിട്ടും എന്ത് വിശ്വസിച്ചില്ല? അസൂയുണ്ട്. അതുപോലെ എന്നുണ്ടല്ലോ പലരും അവർ വിവരമില്ലാത്തവരാണ്, ജാഹിലീങ്ങളാണ്, വിവരം കെട്ടവരാണെന്നൊന്നും പറയാൻ പോണ്ട. പിന്നെന്താണ്? അന്നുണ്ട്, എന്നും ഉണ്ടാവും. അത് സത്യത്തിന്റെ എതിരുകാരായ അസൂയാലുക്കൾ. അസൂയ മൂത്തു കഴിഞ്ഞാൽ ദുന്യാവിലുണ്ടായ ഒന്നാമത്തെ കൊലപാതകം അസൂയല്ലേ? ഒരു ഉമ്മാക്കും ബാപ്പാക്കും പറഞ്ഞ സ്വന്തം ജ്യേഷ്ഠന്മാര് കേവലം അസൂയയുടെ പേരിൽ അനുജന ജ്യേഷ്ഠൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് എന്നും അസൂയ. ഈ അസൂയ കാരണം എന്താണ്? സത്യത്തെ നിഷേധിക്കും. അങ്ങനെ ഖുർആനെ നിഷേധിക്കുന്നു. ലാ തഅജബൻ, നീ അത്ഭുതപ്പെടേണ്ട അടി അസൂദിൻ, ഒരു അസൂയാലുവിന്റെ കാര്യത്തിൽ. എന്താണ് അസൂയാലു? റാഹ യുൻകിറുഹ, ഈ ഖുർആനിനെ നിഷേധിക്കുന്നവനായിരിക്കുന്നു. റാഹ എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കിന്റെ അർത്ഥം അവൻ ആയിത്തീർന്നു, പോയി എന്നൊക്കെ അർത്ഥം. പോയി എന്നുള്ള സാധാരണ വല്ലാമുങ്കിറ, പിന്തിരിഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. റാഹ യുൻകിറുഹ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഷരീഫിനെ നിഷേധിക്കുന്നവനായിത്തീർന്നു. എങ്ങനെ? വിവരമില്ലാഞ്ഞിട്ട് നിഷേധിക്കല്ല. വിവരമില്ലാഞ്ഞിട്ട് നിഷേധിക്കുകയാണെങ്കിൽ അവന് എതിരുണ്ടല്ലോ. പിന്നെങ്ങനെ? തജാഹുലൻ, കണ്ടോ? അറിവില്ലായ്മ നടിച്ചിട്ട്, ജഹാലത്ത് നടിക്കാണ്. സംഗതിയോ വഹുവ, യഥാർത്ഥത്തിൽ അവൻ ഐനുൽ ഹാദിഖി, മഹാവിദഗ്ധനല്ല, വിദഗ്ധമാണ്, വൈദഗ്ധ്യമാണ്. വിദഗ്ധൻ എന്ന് പറയുന്നിടത്ത് വിദഗ്ധൻ എന്നല്ല, വൈദഗ്ധ്യം തന്നെയാണ് എന്ന. ഐനുൽ ഹാദിഖാണ്. സെയ്ദുൻ അദിലുൻ എന്നൊക്കെ പറയും പോലെ, ആദിലുൻ എന്ന് പറയേണ്ടോടത്ത് അദിലുൻ എന്ന് പറയുമ്പോൾ ഐനുൽ ഹാദിഖാണ്. അവൻ മഹാവിദഗ്ധനാണ്. വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ നിരന്തര പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമാനും അറിവുള്ളവനും ആയിരിക്കോളന്നില്ല. അതും തിരുത്തുക. അൽ ഫഹിമി, നല്ല വിവരസ്ഥനാണ്. എന്തും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവുള്ളവനാണ്. അതോടുകൂടി ധാരാളം പരിചയസമ്പന്നനുമാണ്. അങ്ങനെ വിദഗ്ധനും മഹാബുദ്ധിമാനുമാണ്. എന്നിട്ട് എല്ലാം പച്ചപ്പകൽ പോലെ അറിയുമെങ്കിലും തജാഹുൽ, അറിവില്ലായ്മ നടിച്ചുകൊണ്ട് ഖുർആൻ ഷരീഫിനെ നിഷേധിക്കാൻ പോകുന്ന ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ട. അത് അസൂയ മൂത്ത പിന്നെ അങ്ങനെയൊക്കെ തന്നെ. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കത്തുങ്കിറുൽ ഐനു ളൗഅ ശംസി മിൻ റമദി വയുങ്കിറുൽ ഫമു തഅമൽ മാഇ മിൻ സഖമി. കത്തുങ്കിറുൽ ഐനു, ചിലപ്പോൾ കണ്ണ് നിഷേധിക്കും. ളൗഅ ശംസി, സൂര്യപ്രകാശത്തെ. എന്തുകൊണ്ട്? മിൻ റമദി, കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചിട്ട്. ചെങ്കണ്ണ് ബാധിച്ചിട്ട് കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ സൂര്യന് വെളിച്ചില്ല എന്ന് പറയും. അവിടെ ഇപ്പൊ സൂര്യന് വെളിച്ചില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചെങ്കണ്ണ് രോഗം ബാധിച്ച് ഇവന്റെ കണ്ണിന് തകരാറുള്ളത് കൊണ്ടാ. എന്നതുപോലെ ഈ നിഷേധിക്കുന്ന ആള് അയാൾക്ക് അസൂയ എന്ന രോഗമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഖുർആൻ ഷരീഫിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രകടമായത് അല്ലാത്തത് കൊണ്ടല്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വയുങ്കിറുൽ ഫമു, വായി നിഷേധിക്കും. ത്വമൽ മായി, നല്ല ശുദ്ധജലത്തിന്റെ രുചിയെ. മിൻ സഖമി, രോഗം ബാധിച്ചാൽ. ചിലപ്പോ ചില പനി, കടുത്ത പനി ബാധിച്ചാലുണ്ട്, എന്ത് വായിൽ വെച്ചാലും കയ്പ്. നല്ല
ശുദ്ധജലം വായിക്കാണ്ട് വെച്ചാൽ കഴിച്ചിട്ട് അത് കീപ്പോട്ടിറക്കാൻ കഴിയില്ല. അപ്പൊ വെള്ളത്തിന് കയ്പുള്ളത് കൊണ്ടല്ലാതെ പിന്നെന്താ, ഇയാൾക്ക് പനി ബാധിച്ചിട്ട് രോഗം വന്നിട്ട് ഈ നാവിന്റെ രസമറിയാനുള്ള കഴിവിന് തകരാറ് സംഭവിച്ചതാ. കണ്ണിന് കാഴ്ചക്ക് തകരാറ് സംഭവിച്ചത് കൊണ്ട് സൂര്യന്റെ വെളിച്ചം നിഷേധിക്കുന്നത് പോലെയോ, നാവിന് രോഗം ബാധിച്ചത് കൊണ്ട് ശുദ്ധജലത്തിന്റെ രുചിയെ നിഷേധിക്കുന്നത് പോലെയോ ഉള്ളൂ ഈ ആളുകൾക്ക് അസൂയ രോഗം ബാധിച്ചുകൊണ്ട് അവര് അറിവില്ലായ്മ നടിക്കുകയാണ്. സംഗതി അവർക്കെല്ലാം അറിയാം, അവർ വിദഗ്ധരാണ്, ബുദ്ധിമാന്മാരാണ്, കാര്യം മനസ്സിലാകായല്ല. സൂര്യന്റെ വെളിച്ചം എത്ര പ്രകടമാണ്, എന്നിട്ട് ചെങ്കണ്ണ് ബാധിച്ചവനത് ഇല്ലാന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ. എന്നതുപോലെ ശുദ്ധജലത്തിന്റെ രുചി എത്ര ആകർഷകമാണ്, എന്നിട്ട് നാവിന് രോഗം ബാധിച്ച് പനിയോ മറ്റോ ബാധിച്ചിട്ട് രുചി അറിയാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ടാൽ വെള്ളത്തിന് രുചിയില്ലാതെ ആവുന്നുണ്ടല്ലോ, രുചി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത്രേ ഇപ്പൊ ഖുർആന്റെ അത്ഭുതങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട്, ഇതുവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണനയായിരുന്നു, ഇനി നേരിട്ട് സംബോധനയാണ്. കാരണം വർണ്ണിച്ച് ആള് മുന്നിലുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു വരണം. ഫാത്തിഹയിലൊക്കെ ഉള്ളതുപോലെ, ഫാത്തിഹയിൽ അങ്ങനെയാണല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അങ്ങനെ വന്നിട്ട് ഇല്ലായ്മയിൽ നിന്നിട്ട് പടച്ചോടം തുടങ്ങി സൃഷ്ടിച്ച് പരിപാലിച്ചോടം മുതൽ തുടങ്ങി പിന്നെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ എന്നതുകൊണ്ട് തുടങ്ങി ആഖിറത്തിലെത്തിയാൽ മോമിനീങ്ങളും സ്വാലിഹീങ്ങളും അയാൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ എന്നോടത്ത് എത്തിയതിന്റെ ശേഷം മാലിക് യൗമിദ്ദീൻ തരമാർക്കാണെന്ന് ഘനഗംഭീരമായ ചോദ്യം വരുന്ന നിസ്സഹായരായത് കേട്ടു നിൽക്കുമ്പോൾ ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ എന്ന അതിഗംഭീരമായ മറുപടി കേൾക്കുന്ന ആ സന്നിഗ്ധഘട്ടം മഹ്ശറയെ അനുസ്മരിക്കുമ്പോൾ റബ്ബിനെ നേരിൽ കാണുന്ന പ്രതീതിയിലേക്ക് ഉയർന്നു വന്നിട്ട് ഇയ്യാക നഅ്ബുദു, അതെ റബ്ബേ അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന സംബോധനയിലേക്ക് വരുന്നത് പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തൊട്ട് ഇങ്ങനെ പറഞ്ഞ് വന്ന് ഇർഹാസുകൾ പറഞ്ഞ് മുഅ്ജിസത്തുകൾ പറഞ്ഞ് അവസാനം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തായ ഖുർആനിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ വർണ്ണിച്ചു വന്നപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ആ തിരുവായിൽ നിന്നിട്ട് മഹത്തായ ഖുർആൻ ഇങ്ങനെ ഓതിത്തരുന്നത് കേൾക്കുന്ന പ്രതീതിയിലേക്ക് വിശ്വാസി ഉയർന്നു വന്നു. അവിടെ നിർത്തിയിട്ട് ഇനി നേരിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധനം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തിലേക്ക് കടന്നാൽ ഞാൻ എവിടെ എത്തൂല, കുറെ പോകാണ്ട്, പിന്നെ അത് കുറെ നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് ഇനി നേരിട്ടുള്ള സംബോധന ഇസ്തിഗാസ കൊണ്ട് തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളാവുന്ന ഇസ്രാ മിഅ്റാജ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഓത്ത് നാളെ വ്യാഴാഴ്ച ഇരിക്കുമല്ലോ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച മുതൽക്കുള്ള ഓത്തിൽ ഇനി നമുക്ക് വേഗം തീർക്കണം. ഇപ്പൊ തന്നെ സമയം അങ്ങ് എത്തിപ്പോയി. തൽക്കാലം അത് മതി. അബൂജലാൽ ഉസ്താദ് ഉണ്ട് കയ്യൊത്തിയിട്ട്, നിങ്ങൾ കുറച്ചു നേരം പറഞ്ഞോളൂ ഉസ്താദെ. കാരണം ആളുകളൊക്കെ ഞാൻ 3:30 കഴിഞ്ഞ് 3:45 കഴിഞ്ഞ് ബാങ്ക് ഇങ്ങനെ ഇടത്തേച്ച് വിട്ട് കേൾക്കാൻ തുടങ്ങുമ്പോ ഉണ്ടാവും ഒന്നായിട്ട് വരിയായിട്ട് എല്ലാവരും കൈപൊക്കിയിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാം. ഇപ്പൊ ആണെങ്കിലോ ആളുകൾ അങ്ങനെ വയന്നു നിൽക്കുകയും ചെയ്യും. എന്തെങ്കിലും ചോദിക്കാനുള്ളവര് വേഗം മൈക്കിൽ വന്നോളൂ. ലഫ്ലർത്താണ് വലാ തുസാമു അലൽ ഇഖ്താരി ബിസ്സഅമി. തുസാമു എന്നതിന്റെ ബിസ്സഅമിന്റെ ലഫ്ലർത്ഥം എന്താണ്? മുസൽമാനോ മറ്റേ സക്കരിയാക്കളെ ആ ടീമാന്ന് തോന്നുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അന്നിപ്പോ വാദപ്രതിവാദത്തിന്റെ എന്തോ ഒരു വ്യവസ്ഥ ചെയ്ക്കല് ഉണ്ട്. ഇനി അത് പിരിഞ്ഞു പോയ ബൈക്കിന്ന് ഇങ്ങോട്ട് വിട്ട ഏതോ ഒരു ജിന്ന് ഇങ്ങോട്ട് കയറിയതാ, അല്ലാത്തില്ല.
അപ്പോ വലാ തുസാമു എന്ന് പറഞ്ഞാൽ വലാ തൂസഫു എന്നുള്ള അർത്ഥം. വലാ തൂസഫു പറഞ്ഞാൽ വിശേഷിപ്പിക്കപ്പെടുകയില്ല, ഖുർആനിനെ വിശേഷിപ്പിക്കപ്പെടുകയില്ല. ബിൽ ഇക്സാരി എന്ന് പറഞ്ഞാൽ ധാരാളമായി ആവർത്തിച്ച് ഓതൽ കൊണ്ടിട്ട് എന്തുകൊണ്ട് വിശേഷിക്കപ്പെടൂല? ബിസ്സഅമി എന്ന് പറഞ്ഞാൽ സആമത്ത്, മടുപ്പ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ കുറെ ആണ്ട് ആവർത്തിച്ച് വായിക്കുമ്പം അല്ലെങ്കിൽ ഓതുമ്പം പറയുമ്പം മടുപ്പ് വരുമല്ലോ, അങ്ങനെ മടുപ്പ് കൊണ്ട് അതിനെ വിശേഷിപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര 1000 വട്ടം ആവർത്തിച്ചോതിയാലും മടുപ്പ് വരാതെ പുതുമ നിലനിർത്തും എന്നർത്ഥം. അപ്പൊ ആ തുസാമു പറഞ്ഞാൽ ആ തൂസഫു എന്നും ബിസ്സഅമി എന്ന സആമത്ത്, മടുപ്പ് എന്നർത്ഥം. ഓക്കെ.